എറണാകുളത്ത് വന്ന സമയത്തും എൻ്റെ ഉദ്ദേശം ശരിക്ക് ലാൽ സാറിൻ്റെ വീട്, മോഹൻലാൽ എന്ന പ്രതിഭയുടെ ഈ വീട് ഒന്ന് കാണാൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വീട് കാണുന്നത്. പറ്റുകയാണെങ്കിൽ നമ്മൾ വ്യൂവേഴ്സിനൊന്ന് കാണിക്കുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ആ വീടും ആ നാടും ഒന്ന് വീഡിയോ എടുക്കുക. എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് മമ്മൂട്ടി സാറ് വീടും അതുപോലെ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദ കംപ്ലീറ്റ് ആക്ടർ, ദ ലെജൻഡ്, ആ മനുഷ്യൻ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ആ മനുഷ്യൻ കൊച്ചിയുള്ള സമയത്ത് ജീവിക്കുന്ന ആ വീടിൻ്റെ പ്രദേശവും കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് കാണുകയും കവർ ചെയ്യുകയും നമ്മളെ വ്യൂവേഴ്സിന് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ മമ്മൂട്ടിയുടെ വീട്, നമ്മുടെ മമ്മൂട്ടി ദുൽഖറും ഇപ്പോൾ താമസിക്കുന്ന ആ വീടിന്റെ ഫുൾ ഡ്രോൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുള്ളായിട്ടൊന്ന് കാണുകയും ആ നാടും ആ പ്രദേശമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ പ്രൈവസി മാനിച്ചുകൊണ്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച കൊച്ചിയിൽ പോകുമ്പോൾ മോഹൻലാലിന്റെ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ കാണിക്കണം. മോഹൻലാലിന്റെ ലാൽ, മഹാനായ കലാകാരന്റെ, മലയാളം കണ്ട ഏറ്റവും മികച്ച ആ മനുഷ്യന്റെ ഒക്കെ ടാലന്റ് മനസ്സിലാണ്. ആദ്യകാലത്ത് സിനിമകൾ ഉണ്ടാവും, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആരൊക്കെ വിമർശിച്ചാലും മഹാനായ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ്. ഞാൻ മമ്മൂട്ടി ഇഷ്ടമാണ്, എനിക്ക് മോഹൻലാൽ ഇഷ്ടം. ശരിക്കും മമ്മൂട്ടി ഫാനാണ് ഞാൻ. പക്ഷെ എന്നാലും മോഹൻലാൽ എനിക്ക് അത്ര തന്നെ ഇഷ്ടമാണ്. കാരണം ആ മനുഷ്യന്റെ, ആ നടന്റെ കഴിവ് മനസ്സിലാക്കാൻ മഹാനായ കലാകാരന്റെ വീടും നാടും കാണിക്കുന്ന ഒരു ഡ്രോൺ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ആ വീടിൻ്റെ ഗ്രൗണ്ട് വിഷ്വൽ ഒന്ന് കാണാം. ശരിക്കും ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള സ്പോട്ട് നോക്കിയും താഴേന്ന് ആ വീടിൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്നതാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആ വീടിൻ്റെ ഗേറ്റാണ് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടതാണ്. ഈ വീടിൻ്റെ ഗേറ്റ് കാര്യങ്ങൾ പല യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. ശ്രീ ഗണേഷ്, ഞാനിന്നോട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഈ വീടിൻ്റെ അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഈ വീടിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യുക, എൻ്റെയറായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ അവിടുന്ന് എടുത്ത കുറച്ച് ഗ്രൗണ്ട് വിഷ്വലാണ്. ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. ആ വീടിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ആ റോഡ്, ആ നാടിൻ്റെ ഒരു പ്രദേശം. ഞാൻ ഇൻട്രോക്ക് വേണ്ടിയിട്ട് ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തിരുന്ന ഫുട്ടേജാണ് കേട്ടോ. ഇവിടെ ഞാൻ വന്ന സമയത്ത് എൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഈ വീട് കാണാൻ വന്ന ആൾക്കാരാട്ടോ. ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടില്ല, അവർ പല കോലത്തിൽ പല രീതിയിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഞാൻ ആ വീടിൻ്റെ ഭാഗം കണ്ടില്ലേ. ആ മോഹൻലാൽ കൊച്ചിയിലുള്ള സമയത്ത് അവിടെ നാട്ടിൽ താമസിക്കുന്ന കൊച്ചിയിലെ വീടിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ആ വീടും ആ നാടും എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് ഗ്രൗണ്ട് വിഷ്വൽ കാണിക്കുക. ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള സ്പോട്ടും എനിക്ക് വേണം. ശരിക്കും നമ്മൾ അവരൊന്നും ബുദ്ധിമുട്ടിക്കാനോ കാര്യങ്ങളൊന്നും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ശരിക്കും അവരോട് ഗേറ്റിൽ ചോദിക്കുക, അവരുണ്ടോ, ആളുണ്ടോ, എന്ന് വന്നു പോയി, ആ മാതിരിയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ആ വീട് കാണാം, മഹാനായ കലാകാരൻ്റെ ഇഷ്ടപ്പെട്ട ലാലിൻ്റെ ആ വീടൊന്ന് കാണാം, ആ വീടും നാടൊന്ന് കാണാം. പറ്റുകയാണെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിന് എന്ത് ചെയ്യാം, ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം പോയതാണ്. ഡിസ്റ്റർബ് ചെയ്യാനോ ഇൻ്റർഫിയർ ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്കും ഞാൻ നിന്നതേ ഇല്ല. ഞാൻ കണ്ടു, ആദ്യമായിട്ടാണ് കണ്ടത് ലാലിൻ്റെ വീട്, കൊച്ചിയിലെ വീട് അന്വേഷിച്ചു, കണ്ടു. അതൊന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തു ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട്. അതൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് പെർമിഷൻ കിട്ടിയപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഞാൻ ആ ഭാഗങ്ങളും കൂടെ, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്ന ഒരു പ്രൈവസി മാനിച്ചുകൊണ്ട് ആ ഭാഗം എൻ്റെയറായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നത്. ശരിക്കും ഇങ്ങനൊരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും. പല ആളുകൾ അതിൻ്റെ ഗേറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതായി ഫ്ലൈ ചെയ്ത് തുടങ്ങുന്ന ഈ ഭാഗം ശരിക്ക് ലാലിൻ്റെ വീടിൻ്റെ മേൽഭാഗം, ടെറസ്, കൊച്ചിൻ്റെ നഗരത്തിൽ ശരിക്കും നഗരമധ്യേ ആണെന്ന് മനസ്സിലാക്കാം. ആ വീടും ആ നാടും നമുക്ക് എന്ത് ചെയ്യുക, കാണാം. കംപ്ലീറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടൊക്കെ കാണാൻ കേട്ടോ. രാവിലത്തെ മോർണിംഗ് ശരിക്ക് പുള്ളി സാറിൻ്റെ സാധാരണ ഇവിടെ വണ്ടി ഉണ്ടാവാറുണ്ട്, നമ്മുടെ ടയോട്ടയുടെ വെൽഫെയർ ഉണ്ടാവാറുണ്ടെന്നാണ് അവിടെ കൂടിയ ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞില്ല. ആ വീട് ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഒരു ഓഫ് ഡേയും കൂടെ ആയിരുന്നു കേട്ടോ, ഒരു സാറ്റർഡേ ആയിരുന്നു ശരിക്ക്. അവിടെ രാവിലെ തൊട്ടിട്ട് ആൾക്കാർ വന്നു, സെൽഫി എടുക്കണു, ഫോട്ടോ എടുക്കണു വീടിൻ്റെ ഗേറ്റിൽ നിന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം ശരിക്കും ഒന്ന് ഡ്രോൺ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭാഗ്യമാണ് കിട്ടിയത്. ആ മുമ്പിൽ നിൽക്കുന്ന രണ്ട് കാറിൽ ഒന്ന് എൻ്റെതാണ്, ആ വൈറ്റ് എല്ലാം അപ്പുറം നിൽക്കുന്ന ബ്ലൂ നമ്മൾ ഒരുപാട് വീഡിയോയിൽ, നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടതാണ് ആ ഗേറ്റ് അല്ലേ. ആ ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ആ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന മോഹൻലാലിൻ്റെ വീടും നാടും ആ പ്രദേശവും അയൽവാസികൾ, തൊട്ടടുത്തുള്ള ചെറിയൊരു വീട്, ആ ചുറ്റും കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, എൻ്റെ ഒരു മോട്ടീവ് എന്ന് വെച്ചാൽ ആ കലാകാരൻ്റെ, ആ വിസ്മയമായി നിൽക്കുന്ന ആ മഹാനായ കലാകാരൻ്റെ, ഇഷ്ടപ്പെട്ട മോഹൻലാലിൻ്റെ ആ വീടും ആ നാടും എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഒന്ന് കാണുക ആദ്യം. എന്നിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, നമ്മളെ വ്യൂവേഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. തീർച്ചയായിട്ടും ഇതുപോലെ റിസ്ക്കി ആയിട്ടുള്ള വീടുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ റിസ്കിൻ്റെ ഫാക്ടർ നല്ലോണം ഉണ്ട്. അപ്പം ഞാൻ ശരിക്കും കൊച്ചിയിൽ വന്ന സമയത്ത് ഇതൊന്ന് കാണാം, ഒരിക്കലെങ്കിലും ഒന്ന് എനിക്കൊന്ന് രണ്ട് വീടും ഇതിൻ്റെ ഒരു വീഡിയോ, മമ്മൂട്ടിയുടെ വീടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലുണ്ട്, താല്പര്യമുള്ളൊന്ന് കാണാം.
മമ്മൂട്ടിയുടെ വീടിൻ്റെ ആദ്യത്തെ ഡ്രോൺ വീഡിയോ, പുതിയ വീടിൻ്റെ, മമ്മൂട്ടിയും ദുൽഖറും താമസിക്കുന്ന ആ പുതിയ വീടിൻ്റെ ഞാനൊരു ഡ്രോൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലുണ്ട്, താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ, ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ കാണുന്ന എൻ്റെയർ ഭാഗം അല്ലേ, മോഹൻലാൽ സാറിൻ്റെ എളമക്കരയിലുള്ള വീടിൻ്റെ മുഴുവൻ ഭാഗങ്ങളാണ് ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, ആ ഗേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗം, ഇൻ്റർലോക്ക് ചെയ്ത ഭാഗം ശരിക്കും പഴയ കാലത്തെ വീടിൻ്റെ പ്രതാപം, ആ കാലത്തുള്ളൊരു രീതിക്കുള്ള വീട് എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീടിൻ്റെ ഒരു ട്രഡീഷണൽ ക്ലാസിക് ടൈപ്പിലുള്ള അല്ലേ, ഒരു ബ്ലൂ കളർ ഓടൊക്കെ വെച്ചിട്ടുള്ള. ഇതിൻ്റെ ഷോർട്ട് വീഡിയോസും ഇതിൻ്റെ റീൽസും അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് നൽകാൻ ഒരുപാട് കണ്ടതാണ്. ഇതിൻ്റെ ഒരു കൗതുകം, ഈ വീഡിയോൻ്റെ ഒരു അഡ്വാൻറ്റേജ്, എന്തുകൊണ്ട് ഈ വീഡിയോ കാണണം എന്നുള്ളത് ഞാൻ പറയണു. ശരിക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വലാണ്. ആ വീട് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആ വീടിനെ കാണണമെങ്കിൽ ഇങ്ങനെ ഒരു എക്യൂപ്മെൻ്റ് ആവശ്യമുണ്ട്. ആ വീടും ആ നാടും കംപ്ലീറ്റ് മോഹൻലാൽ എളമക്കരയിലുള്ള കൊച്ചിയിലെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണിക്കുന്ന, ആ പ്രദേശം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു സെലിബ്രിറ്റി, ഒരു ആക്ട്രസ്, നമുക്ക് അവർ താമസിക്കുന്ന നാടും വീടും അല്ലെങ്കിൽ ആ പ്രദേശമൊക്കെ ഒന്ന് കാണാൻ തീർച്ചയായിട്ടും വീടും കാണാൻ എന്ന് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ നാട് അല്ലേ. ഇപ്പം ഒരാൾ പ്രതിഭ, അബ്ദുൽ കലാം അല്ലെങ്കിൽ അബ്ദുൽ കലാം ജീവിച്ചിരുന്ന നീലേശ്വരം അല്ലെങ്കിൽ ജനിച്ചു വളർന്ന ആ സ്ഥലം ആ കാണുന്നത് നമുക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനെ തന്നെ ആയിരിക്കും വ്യൂവേഴ്സിന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു രീതിക്ക് എനിക്ക് ആ നാടും വീടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എളമക്കര, കൊച്ചി, ആ വൈബ്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. വീട് മാത്രമല്ല, വീടും ആ നാടും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അധികം താഴ്ത്താണ്ട് അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ആ വീട് എന്ത് ചെയ്യുക. നമ്മളെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ഷോർട്ടായിട്ടുള്ള കാര്യമാണ്. ആ ഇഷ്ടപ്പെട്ട കലാകാരൻ, ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി, ആക്ടർ, ആ മനുഷ്യൻ്റെ വീട്, കൊച്ചിയിലെ വീടൊന്നും എന്ത് ചെയ്യുക, ഒന്ന് കാണാൻ, ആ നാടൊന്ന് കാണുക, ആ പ്രദേശം ഒന്ന് കാണുക, അത് പറ്റുമെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്യുക. അതല്ലാണ്ട് ഒരു സംഗതി ഇതിൻ്റെ പിന്നിലില്ല. ഓക്കെ, ഇങ്ങനൊരു വീഡിയോ എൻ്റെ മോട്ടീവ് ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം പോയത് ശരിക്കും ഒന്ന് കാണാനാണ്. എനിക്കിഷ്ടമാണ് ആ സെലിബ്രിറ്റിയെ ഒന്ന് കാണണം, ആ വീടൊന്ന് കാണണം. ഞാൻ ഒരിക്കലും ലാൽ സാറോട് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ അത് ചോദിക്കാനോ അങ്ങനെ ബുദ്ധിമുട്ടാക്കാനുള്ള സംഗതിയിലേ ഇല്ല. ആ വീട് ഒന്ന് ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലും ടി വിയിലും കണ്ട ആ വീടൊന്ന് കാണുക, പറ്റുകയാണെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്യുക, നമ്മൾ ആളുകൾ എന്ത് ചെയ്യുക, കാണിക്കുക. ഇത്രയേ ഉദ്ദേശമുള്ളൂ. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യമില്ല കേട്ടോ. ഇനി അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കമൻസും കാര്യങ്ങളൊന്നുമില്ല, പ്രൈവസി കാര്യങ്ങൾ. എൻ്റെ മോട്ടീവ് ആ വീടും നാടും ഒന്ന് കാണുക. നമ്മളെ വ്യൂവേഴ്സിന്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് കാണാൻ കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത് നമ്മളെ വ്യൂവേഴ്സിന് കാണാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. കൊച്ചിയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഡ്രോൺ ഫ്ലൈ ചെയ്തുള്ള സ്പോട്ട് കൊച്ചിയാട്ടോ. അത് ഇല്ല, അവിടെ നിന്നുള്ള അതിൻ്റെ വിഷ്വൽ, ആ ഗേറ്റിൽ നിന്ന് കണ്ടില്ലേ, അവിടെയുള്ള ജോലിക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ശരിക്കും ഡ്രോൺ ഫ്ലൈ ചെയ്താൽ സ്കൈ വ്യൂ കാണാൻ ഏറ്റവും മനോഹരം. ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത ആ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് എനിക്ക് അനുവാദം കിട്ടിയപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നാട്ടോ ശരിക്കും വോക്ക് കംപ്ലീറ്റ് ആയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന്, ടെറസിൻ്റെ മേലെ നിന്ന് വന്നപ്പോൾ എനിക്ക് നല്ലൊരു വ്യൂ കിട്ടി. അവിടെ നിന്നുള്ള വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടത്. വീടിൻ്റെ വർക്ക് കിടക്കണ്ടായിരുന്നു. അപ്പം ഏതായാലും നമുക്ക് വീഡിയോക്ക് പെർമിഷൻ തന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട്, നമ്മൾ കണ്ട വ്യൂവേഴ്സിനും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് താങ്ക് യു, ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ നിന്ന ഭാഗത്ത്, ഈ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള